Hello dears, hope you are doing well. അപ്പൊ നമ്മളൊരു പുതിയ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോവാട്ടോ. നമ്മൾ ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനറലി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, എസ്പെഷ്യലി ഫോർ CS and BCS സ്റ്റുഡൻസ്. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് നമ്മളെ ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുന്നേ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസും കാര്യങ്ങളും പറഞ്ഞിട്ടായിരിക്കും നമ്മൾ മെയിൻ ടോപ്പിക്കിലോട്ട് കിടക്കാം. അപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് DBMS ആണ്. എന്താണ് DBMS അഥവാ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം? ഒന്നുകൂടി പറഞ്ഞേ, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഈ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം പറയണ മുന്നേ ഞാൻ എന്ത് പറയുന്നുണ്ട്, ഡാറ്റാബേസ് എന്താന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡാറ്റാബേസ് ഡിസ്കസ് ചെയ്യണ മുന്നേ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തേ പറ്റൂ, എന്താണ് ഡാറ്റ എന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. ഡാറ്റ അറിയാത്തവരാരും ഉണ്ടാവില്ല. എന്താണ് ഒരു പ്രോപ്പർ ഡെഫിനിഷൻ? നിങ്ങൾ ഡാറ്റ ചോദിച്ചാൽ എന്താ പറയാ, ഒന്ന് പറഞ്ഞേ. ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കിയേ. ഡാറ്റ ഈസ് എ കളക്ഷൻ ഓഫ് എ ഡിസ്റ്റിങ് സ്മാൾ യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻസ്. അതായത് എന്താ, ഡിഫറെന്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഇൻഫോർമേഷൻസ്, യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷന്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഡാറ്റ എന്താവാം, ടെക്സ്റ്റ് ആവാം, മീഡിയ ആവാം, ഓഡിയോ ആവാം, വീഡിയോ ആവാം, ബൈറ്റ്സ് ആവാം, എന്തോ ആവാം അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ എന്ന് പറയും അല്ലെ. ഡാറ്റ എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ റോൾ വഹിക്കുന്നത് ആരാണ്, ഡാറ്റയാണ്. അതും ഈ ഒരു യുഗത്തില് അല്ലെ. കാരണം നമ്മളിപ്പോ ഒരു ഫോൺ നഷ്ടപ്പെട്ടു എന്ന് കരുതുക. ഫോൺ നഷ്ടപ്പെടുമ്പോ അത് ആ ഒരു ഫോണ് വാങ്ങിയ കോസ്റ്റ് ഓക്കെ, അതിലുപരി നമ്മൾ ഏറ്റവും ടെൻഷൻ ആക്കുന്ന കാര്യം എന്താ, എന്റെ ഡാറ്റ, എന്റെ വീഡിയോസ്, എന്റെ ഫോട്ടോസ് എല്ലാം പോയില്ലേ. ഇനിയിപ്പോ അത് ആരെങ്കിലും എടുത്താൽ ആ ഫോട്ടോസ് മിസ്യൂസ് ചെയ്യോ അല്ലെങ്കിൽ അതിൽ ഡാറ്റ എടുക്കോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആ ഡാറ്റ പോകുന്നത് തന്നെയാണ് നമ്മളെ ടെൻഷൻ. എന്തിന്റെ, ആ ഒരു ഫോണിന്റെ പൈസയിലേറെ ഉപരി നമ്മൾ ടെൻഷൻ എടുക്കുന്ന കാര്യം. അപ്പൊ ഇപ്പൊ വാട്സപ്പ് ഒക്കെ ആയാലും അതിന്റെ പ്രൈവസി പോളിസി ഒക്കെ തമ്മിൽ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായത് ഈ ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഡാറ്റ എന്താണ്, കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ് സ്മാൾ യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ. ഓക്കെ ആണോ? ഞാൻ നമുക്ക് ഡാറ്റാബേസ് എന്താണെന്ന് പറയാം കേട്ടോ. ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയണം, ഒരു കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ ആയിരിക്കും. ഇൻഫോർമേഷൻസ്, ആ ഒരു കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻസ് എന്ന് പറയുമ്പോൾ ഇതിലൊരു ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്, ഞാനൊരു റെഡ് ഇതുകൊണ്ട് കൊടുത്തിട്ടില്ലേ, എന്താണ്, എ ഡാറ്റാബേസ് ഈസ് എൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് സ്ട്രക്ചേർഡ് ഇൻഫോർമേഷൻസ് ഓർ ഡാറ്റ. അതായത് ഡാറ്റാബേസിൽ ഡാറ്റന്റെ കളക്ഷൻ ആണ്. ആ ഡാറ്റന്റെ പ്രത്യേകത എന്തായിരിക്കും, ഓർഗനൈസ്ഡ് ആയിരിക്കും. എന്താണ് ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാല്, സിമ്പിൾ ആയിട്ട് ഒരു ടീച്ചർ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഇപ്പൊ നമ്മള് കോളേജില് നിങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യാണ്, ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാന്ന് കരുതാം. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് എന്നല്ല, ഇപ്പൊ കോളേജിൽ പല സബ്ജക്ട്സ് ഉണ്ടാവും, ബോട്ടണി, സുവോളജി, BCA CS BCom എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഓരോ ക്ലാസ്സിന്റെയും അല്ലെങ്കിൽ ആ കോളേജിന്റെ ഒരു ഡാറ്റാബേസിൽ ഓരോ ക്ലാസ്സിന്റെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡാറ്റ, സ്റ്റുഡൻസിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഏതില്, നമ്മുടെ കോളേജിന്റെ ഡാറ്റാബേസിൽ. ഒന്ന് നോക്കി നോക്കെ. ഇപ്പോ എല്ലാ ക്ലാസ്സിനും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് ആ ഡാറ്റാബേസിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പുതിയ ഒരു സ്റ്റുഡന്റിനെ നമുക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡന്റിനെ ഒന്ന്, ആ കുട്ടിയുടെ ഇൻഫോർമേഷൻസ് നമുക്ക് അറിയണം. അപ്പൊ എല്ലാം കൂടി മിക്സ്ഡ് ആയി പരുവത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പിക്ക് ചെയ്യാൻ എന്താണ്, ആക്സസ് ചെയ്യാൻ എന്താണ്, ഭയങ്കര ടാസ്ക് ആയിരിക്കും. പക്ഷെ ഓർഗനൈസ്ഡ് ആണെങ്കിലോ, അതായത് നല്ലൊരു ടാബിളൊക്കെ വെച്ചിട്ട്, ഇപ്പൊ BCAക്ക് ഒരു പ്രത്യേക ടാബിള്, ആ ടേബിളിൽ ആ കുട്ടി സീൽ നമ്പർ, ഫസ്റ്റ് രജിസ്റ്റർ നമ്പർ, നെയിം, BCയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ മാത്രം രജിസ്റ്റർ നമ്പർ, നെയിം, ആ കുട്ടിയുടെ എന്താ പറയാ ഫർദർ ഇൻഫോർമേഷൻസ് ലൈക്ക് അഡ്രസ്, ഫോൺ നമ്പർ എന്നൊക്കെ ഉള്ള ഒരു ടാബിള്. പിന്നെ BCom CA ആണെങ്കിൽ അല്ലെങ്കിൽ ബോട്ടണിക് ആണെങ്കിൽ സെപ്പറേറ്റ് ഇതേപോലെ ടാബിളൊക്കെ വരച്ചിട്ട് നല്ല ഓർഗനൈസ്ഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, ഏത് ക്ലാസ്സിലാണെന്ന് അറിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യാം, അവരുടെ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ പേരൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ആക്സസ് ചെയ്തിട്ട് നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യും, ഫാസ്റ്റസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യും, സഹായിക്കും. അപ്പൊ ഡാറ്റാബേസ് എന്താണ്, എ ഡാറ്റാബേസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് സ്ട്രക്ചേർഡ് ഇൻഫോർമേഷൻ. അവിടെ എന്താണ് എന്റെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഓർഗനൈസ്ഡ് കളക്ഷൻ ആണ് അല്ലെ, ഓർഗനൈസ്ഡ് കളക്ഷൻ ആണ്. അതായത് അത്ര പെർഫെക്റ്റ്ലി അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡാറ്റനൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്തിനാണ്, യൂസേഴ്സിന് അല്ലെങ്കിൽ അഡ്മിൻസിന് അത് എന്ത് ചെയ്യാന്, പെട്ടെന്ന് ആക്സസ് ചെയ്യാനും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ അല്ലെ. ഓക്കെ, അപ്പൊ ഡാറ്റാബേസ് അതാണ്. സോ നമുക്ക് നെക്സ്റ്റ് നമ്മളുടെ മെയിൻ ടോപ്പിക്കിലോട്ട് കിടക്കാം. എന്താണ്, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അഥവാ DBMS. നമ്മൾ ഡാറ്റാബേസ് ഒക്കെ നമ്മുടെ കോളേജിൽ ഉണ്ടാക്കി, ഡാറ്റാബേസ് ഒരു കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് ഡാറ്റാബേസ് ഒക്കെ ഉണ്ടാക്കി. ആ ഡാറ്റാബേസിന് നമുക്ക് ആക്സസ് ചെയ്യണ്ടേ, അഥവാ ഡാറ്റാബേസിലോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യേ, ഡിലീറ്റ് ചെയ്യേ,
പുതിയൊരു സ്റ്റുഡന്റ് വന്നാല് നമ്പർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു കോൾ എനിക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരണൊക്കെ ഉണ്ടെങ്കിൽ ഡാറ്റാബേസിന് നമ്മൾ ആക്സസ് ചെയ്യാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യണം. എന്താണ് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാല് ഈ ഒരു പോയിന്റ് നോക്കിക്കേ. എ DBMS is a software system that allows user to define, create, maintain and control access to the database. അഥവാ നമ്മുടെ ഡാറ്റാബേസിനെ എന്താ പറയണ ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് എന്ത്? DBMS. ഓർ DBMS ഈസ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം. ഓക്കെ ആണോ? ഈ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ക്രിയേറ്റും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണോ? അല്ല, അത് ഡാറ്റ ഇന്റഗ്രിറ്റിനെ എൻഷുർ ചെയ്യണ്ടേ, അതുപോലെ സെക്യൂരിറ്റി ഒക്കെ എന്ത് ചെയ്യണ്ടേ, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? Generally it acts as an interface between user and database. ഡാറ്റാബേസും യൂസറും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് തമ്മിൽ കണക്ട് ചെയ്യണ ഒരു ഇതാണ് എന്ത്? സോഫ്റ്റ്വെയർ ആണ് എന്ത്? ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിലൊരു പോയിന്റ് നോക്കിയേ. കൺട്രോൾ ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പോ സ്റ്റുഡന്റിന്റെ ഡാറ്റാബേസ് ഉണ്ട്. ഇപ്പൊ സ്റ്റുഡൻസിന് അത് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതിന് റിലേറ്റഡ് ആയിട്ട് ആൾക്കാർക്ക് മാത്രമേ ആ ഡാറ്റാബേസിന്റെ ആ ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് ആക്സസ് ചെയ്യുന്ന ടൈമിൽ അത് എന്ത് ചെയ്യണം? നമുക്കൊന്ന് കൺട്രോൾ ചെയ്യണം അല്ലെ. അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മളെ സഹായിക്കുന്നുണ്ട്. പല ടൈപ്പ് ഡാറ്റാബേസ് മാനേജ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്. അതിലൊന്നാണ് RDBMS. RDBMS അല്ലെങ്കിൽ റിലേഷണൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കണം? എന്താ റിലേഷൻ? എന്താ നിങ്ങൾ ആലോചിക്കാം? ഒരു ടാബിള് ആലോചിക്കാം. ആ ടാബിളില് എന്താണ് കുറച്ച് റോസും കോളംസിനെയാണ് നമ്മൾ ടേബിൾ എന്ന് പറയുന്നത്. അതിന് കുറച്ച് കോളം നെയിം ഉണ്ട്, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതായത് സിമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടേബിൾ വരച്ചാൽ സീൻ നമ്പർ, സ്റ്റുഡന്റിന്റെ നെയിം, രജിസ്റ്റർ നമ്പർ, ഫോൺ നമ്പർ, അഡ്രസ്സ്, എക്സെട്ര എക്സെട്ര, അങ്ങനെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിനെ ആക്സസ് ചെയ്യുക, ആ ടേബിളിലോട്ട് ഇൻസേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ അതിലോട്ട് സ്റ്റോർ ചെയ്യുക ഡാറ്റ. അതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ടൈപ്പ് ഓഫ് DBMSനെയാണ് നമ്മൾ RDBMS എന്ന് പറയാം. റിലേഷണൽ എവിടെ കേട്ടാലും നിങ്ങൾ എന്താ ആലോചിക്കേണ്ടത്? ഡാറ്റനെ ഒരു ടേബിൾ ആയിട്ട് ഓർഗനൈസ് ചെയ്യുക, അതായിരിക്കും കേട്ടോ റിലേഷണൽ മോഡൽ. പല ടൈപ്പ് മോഡൽസും സത്യത്തിൽ ആക്ച്വലി ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ കാര്യം നമ്മൾ പറയാണ്ട്, നല്ലൊരു ഒരു ബേസിക് ഐഡിയ മാത്രമാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി വരും ക്ലാസ്സുകൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്റെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു RDBMS എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ ടൈപ്പ് ഓഫ് DBMS that stores data in a structured format using rows and columns. നമ്മൾ എന്ത് പറയുന്നു? ടാബിൾസ് എന്ന് പറയുന്നു. സോ ഇപ്പൊ ഏതൊക്കെ പഠിച്ചു? ഒന്നും കൂടി ഒന്ന് പറഞ്ഞ്. ഡാറ്റ എന്താന്ന് പഠിച്ചു, ഡാറ്റാബേസ് എന്താന്ന് പഠിച്ചു, DBMS എന്താന്ന് പഠിച്ചു, RDBMS എന്താന്ന് പഠിച്ചു. എന്ന് പറഞ്ഞ ഡാറ്റാബേസ്, DBMS, RDBMS. ഓക്കെ ആണോ? ഇനി നമ്മൾ പുതിയ കുറച്ച് വേറൊരു പോർഷനിലോട്ട് കിടക്കാണ്. അതായത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ലാംഗ്വേജസ്. അല്ലെ, ലാംഗ്വേജസ് എന്തിനാ നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നത്? ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനല്ലേ. എനിക്കിപ്പോൾ ഒരാളായിട്ട് കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് യൂസ് ചെയ്യും? ലാംഗ്വേജ് ആണ് എന്റെ മാർഗിൽ അയാളെ കാര്യങ്ങളും അയാളെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു DBMS സോഫ്റ്റ്വെയർ എന്ത് യൂസ് ചെയ്യേണ്ടത്? ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ട് അതിലുള്ള കമാൻഡുകൾ വെച്ചിട്ടാണ് നമ്മുടെ ഡാറ്റാബേസിന് എന്ത് ചെയ്യേണ്ടത്? ആക്സസ് ചെയ്യുന്നത്. അഥവാ ഇൻസേർട്ട് ചെയ്യണതും അപ്ഡേറ്റ് ചെയ്യണതും ഡിലീറ്റ് ചെയ്യണതും സെലക്ട് ചെയ്യണം ഒക്കെ ഈ ലാംഗ്വേജസ് വെച്ചിട്ടാണ്. അപ്പൊ കുറച്ച് ടൈപ്പ് ലാംഗ്വേജസ് എന്താന്ന് നോക്കാം. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് ആൻഡ് ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്. ഏതൊക്കെയാണ്? ഡാറ്റ ഡെഫിനിഷൻ, ഡാറ്റ മാനിപ്പുലേഷൻ, ഡാറ്റ കൺട്രോൾ ആൻഡ് ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്. അപ്പൊ നമുക്ക് ഓരോന്ന് എന്താന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് അതിന്റെ ഒരു ബേസിക് എക്സ്പ്ലനേഷനും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഫർദർ അടുത്ത വീഡിയോയിലോട്ട് പോകാം. സോറി, അടുത്ത പോർഷനിലോട്ട്, അതായത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഭാഗത്തിലോട്ട് കടക്കാം. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഡാറ്റാബേസിൽ ഡാറ്റനെ എന്ത് ചെയ്യുക? ഡിഫൈൻ ചെയ്യുക. സോറി, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് യൂസ് ഡിഫൈൻ ഡാറ്റാബേസ് സ്ട്രക്ചർ അല്ലെങ്കിൽ പാറ്റേൺ
ഒരു ഡാറ്റാബേസ് സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ സ്കെലിട്ടനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഇതിൽ കുറച്ച് കമാൻഡ്സുകൾ ഉണ്ട്. ക്രിയേറ്റ്, അൾട്ടർ, ഡ്രോപ്പ്, ട്രങ്കേറ്റ്. ക്രിയേറ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടേബിൾസിന് ക്രിയേറ്റ് ചെയ്യാം, കൺസ്ട്രെയിൻസ് കൊടുക്കാം. ഏതൊക്കെ ഒരു റിലേഷണൽ RDBMS ഇപ്പോൾ ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ടേബിൾസിലോട്ട് ഒരു ടേബിൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണമല്ലോ, അതിലേക്ക് ആവശ്യമായിട്ടുള്ള കൺസ്ട്രെയിൻസ്, അതിലേക്ക് ആവശ്യമുള്ള ആട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെ എന്ത് വെച്ചിട്ട് നമ്മൾ ഏത് കമാൻഡ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യും? DDL കമാൻഡിന്റെ അണ്ടറിലുള്ള ക്രിയേറ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് അൾട്ടർ, നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം. ഞാനിപ്പോ ഒരു ടേബിളിലെ പുതിയ ഒരു ആട്രിബ്യൂട്ട് എനിക്ക് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അല്ലെങ്കിൽ അതിലുള്ള ടൈപ്പ് വാർക്യാറിന്റെ ഒക്കെ സൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഏത് കമാൻഡ് യൂസ് ചെയ്യും? അൾട്ടർ യൂസ് ചെയ്യും. അൾട്ടർ മീനിങ് എന്താണ്? ചേഞ്ച് വരുത്തുക അല്ലെ. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഡ്രോപ്പ്. അതായത് ടേബിൾ എനിക്ക് ഫുൾ അങ്ങോട്ട് ഒഴിവാക്കണം, എന്റെ ഡാറ്റാബേസിൽ നിന്ന് അങ്ങോട്ട് മൊത്തത്തിലാണ് ഒഴിവാക്കണം, ഞാൻ എന്ത് കമാൻഡ് യൂസ് ചെയ്യും? ഡ്രോപ്പ് യൂസ് ചെയ്യും. പിന്നീട് ആ ടേബിളെ എക്സിസ്റ്റ് ചെയ്യില്ല കേട്ടോ. ട്രങ്കേറ്റും പറഞ്ഞാല് നമ്മള് ഡ്രോപ്പ് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ട്രങ്കേറ്റ് അത് എന്ത് ചെയ്യും? അതിലുള്ള റെക്കോർഡ്സുകൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ട്രങ്കേറ്റ്. അപ്പൊ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ ഏതൊക്കെ കമാൻഡ് ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ? ക്രിയേറ്റ്, അൾട്ടർ, ഡ്രോപ്പ്, ട്രങ്കേറ്റ്. ഓക്കെ. പിന്നീടുള്ളതാണ് ഡാറ്റ മാനിപ്പുലേഷൻ. മാനിപ്പുലേഷനിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഡാറ്റ മാനിപ്പുലേഷന് കുറച്ചും കൂടി കമാൻഡ്സുകൾ ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് മാത്രമാണ് ഇവിടെ പറയണത്. എന്താണ്? ഇൻസേർട്ട് അല്ലെ. നമ്മൾ ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്തതിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യണ്ടേ? ഓരോ സ്റ്റുഡൻസിന്റെയും നെയിമും രജിസ്റ്റർ നമ്പറൊക്കെ നമ്മൾ ആട്രിബ്യൂട്ട് ഒക്കെ കൊടുത്തു, ഇനി അതിലോട്ട് ഡാറ്റ എൻ്റർ ചെയ്യണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഇൻസേർട്ട്. പിന്നെ എന്തെങ്കിലും ഉള്ള ടേബിളിന്, എക്സിസ്റ്റിംഗ് ടേബിളിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നതിന് എന്ത് ചെയ്യാണ്? അപ്ഡേറ്റ് കൊടുത്തു. എന്തെങ്കിലും ഡാറ്റ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് കൊടുത്തു. ഇനി നമുക്ക് റിട്രീവ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഡാറ്റ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് എന്ത്? സെലക്ട് കമാൻഡ്. പിന്നെയുള്ള ഇതാണ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. കൺട്രോൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേന്, കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്? ഗ്രാൻഡും റിവോക്കും ആണ്. എന്താണ് ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ? ഇപ്പോ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ എംബേസ് ആപ്പ് അല്ലെ, എല്ലാവർക്കും യൂസ് ചെയ്യുന്ന ആപ്പാണല്ലോ എംബേസ്. എംബേസിൽ അഡ്മിന് ഒരു ടൈമിൽ നിങ്ങൾക്കൊരു എന്താ ഒരു ഫങ്ഷൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നൽകിയിരുന്നു. അതായത് നിങ്ങളെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് തെറ്റാണെങ്കിൽ അത് എഡിറ്റ് ചെയ്യുക, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കുറച്ചൊരു 2-3 ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്തിരുന്നു? ഗ്രാൻഡ് ചെയ്ത് തന്നിരുന്നു. അഥവാ നിങ്ങൾക്ക് അതെന്ത് ചെയ്യുക, ആ ഒരു ഫംഗ്ഷൻ അതില്ലായിരുന്നു, പക്ഷെ പിന്നീട് അത് നിങ്ങൾക്ക് തന്നു. ആ ഒരു പ്രിവിലേജ് ആണ്, ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു പ്രിവിലേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാൻഡ്. അത് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ? ഇല്ലല്ലേ, അതിപ്പോ തിരിച്ചെടുത്തിട്ടുണ്ട്. ആ തിരിച്ചെടുക്കിന് നമ്മൾ എന്ത് പറയുന്നു? റിവോക്ക്. ആ കൊടുത്ത പ്രിവിലേജ് എന്ത് ചെയ്യുക? തിരിച്ചെടുക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവോക്ക് എന്ന് പറയുന്നത്. പിന്നീട് ലാസ്റ്റ് വണ്ണാണ് ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്. ഇത് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ഡാറ്റാബേസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെ ചെയ്തിട്ട് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്മിറ്റ് യൂസ് ചെയ്ത കമ്മിറ്റ് നടിച്ചിട്ട് വീണ്ടും നിങ്ങൾ ഫർദർ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫർദർ കാര്യങ്ങൾ ചെയ്യാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കാര്യങ്ങൾ വേണ്ട, തിരിച്ച് കമ്മിറ്റിലോട്ട് തന്നെ പോകണം എന്നുണ്ടെങ്കിൽ റോൾ ബാക്ക് അടിച്ചാൽ എന്ത് ചെയ്യും? എവിടെയാണോ നിങ്ങൾ കമ്മിറ്റ് അടിച്ചത് അവിടോട്ട് എന്ത് ചെയ്യും? തിരിച്ച് വരാന് കഴിയും. സോ ഇതാണ് ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജിൽ അണ്ടറിൽ വരുന്ന കമാൻഡ്. ഏതൊക്കെയാണ്? കമ്മിറ്റ്, റോൾ ബാക്ക്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചു? ഡാറ്റ എന്താന്ന് പഠിച്ചു, അതുപോലെ തന്നെ ഡാറ്റാബേസ് എന്താന്ന് പഠിച്ചു, പിന്നെ DBMS RDBMS എന്താന്ന് പഠിച്ചു, പിന്നീട് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ലാംഗ്വേജസിലെ ഏതൊക്കെ പഠിച്ചതില്? ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, അതുപോലെ തന്നെ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്, അതുപോലെ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്. സോ ഈ ഒരു ലാംഗ്വേജ് വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ മോസ്റ്റ്ലി ഇപ്പോൾ PSQL SQL വെച്ച് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ അതിൽ ഈ കമാൻഡുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിലെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ്, ഇപ്പൊ ജസ്റ്റ് ജനറൽ ഐഡിയ മാത്രമാണ് തന്നിട്ടുള്ളത്. നമ്മൾ കുറച്ചും കൂടി ഫർദർ ഡീറ്റെയിൽസ്, അതുപോലെ എങ്ങനെയാണ് ഒരു ഡാറ്റാബേസിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക, മെയിനായിട്ട് നമ്മൾ റിലേഷൻ മോഡൽ വെച്ചിട്ട് എങ്ങനെ ഒരു ടേബിളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടേബിൾ എങ്ങനെ ഡിസൈൻ ചെയ്യുക, ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ആ ടേബിളിലോട്ട് വാല്യൂസിനെ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, അൾട്ടർ ചെയ്യുക എന്നൊക്കെ എന്ത് ചെയ്യും? നമ്മൾ പഠിക്കാൻ പോകും. സോ ഇതൊരു ജനറൽ ഐഡിയ ആണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വീഡിയോ എന്ത് ചെയ്യാം,
പോസ് ചെയ്തിട്ട് നോക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ്? ഡാറ്റാബേസ്, DBMS, RDBMS, പിന്നെന്താണ്, കുറച്ച് ലാംഗ്വേജസും പഠിച്ചിട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക് അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് പഠിക്കാം. സോ താങ്ക് യു.